മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ വീണ്ടും വിമർശനം. മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ല, പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറിയെന്നും ജില്ലാ കൗൺസിലിൽ വിമർശനം ഉയർന്നു. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ വേണ്ടിയാണ് CPI ജില്ലാ കൗൺസിൽ യോഗം ചേർന്നത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെയാണ് പ്രധാന വിമർശനം. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണ്. മന്ത്രിമാരുടെ പ്രകടനം മോശമാണെന്നും ജില്ലാ കൗൺസിലിൽ ചില അംഗങ്ങൾ വിമർശനമുയർത്തി. ന്യൂനപക്ഷ പ്രകടനം പരിധിവിട്ടത് തിരിച്ചടിയായെന്നാണ് ഒരംഗം പറഞ്ഞത്. പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറി. യോഗങ്ങളിൽ മതമേധാവിമാർക്ക് അമിത പ്രാധാന്യം കൊടുത്തു. രാഷ്ട്രീയ ക്യാമ്പയിന് പകരം മതസംഘടനകളുടെ യോഗമായി ഇതെല്ലാം മാറി. ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടുവെന്നും ചില അംഗങ്ങൾ പറഞ്ഞു. നവകേരള സദസ്സ് ദൂർത്തായി മാറിയെന്നാണ് ജില്ലാ കൗൺസിലുണ്ടായ മറ്റൊരു വികാരം. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണം പിരിവാണ് നടന്നതെന്നാണ് വിമർശനമുയർന്നത്. PP സുനീറിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും ചില അംഗങ്ങൾ രംഗത്ത് വന്നു. ന്യൂനപക്ഷമെന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ഇത് CPIയുടെ രീതിയല്ല. CK ചന്ദ്രപ്പന്റെയും വെളിയം ഭാർഗവന്റെയും കാലത്തെ പോലെ തിരുത്തൽ ശക്തിയാകാൻ CPIക്ക് കഴിയുന്നില്ലെന്നും ചിലർ പറഞ്ഞു. പറയാൻ ആരെങ്കിലും മുന്നോട്ട് വന്നല്ലോ എന്നതായിരുന്നു CPI വിമർശനങ്ങളോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അവര് ചർച്ച ചെയ്യട്ടെ, ഇടതുമുന്നണി ചർച്ച ചെയ്യട്ടെ, ആർക്കെങ്കിലുമൊക്കെ ധൈര്യം ഉണ്ടാകുന്നുണ്ടല്ലോ, അതാണ് സന്തോഷം. CPI ജില്ലാ നേതൃയോഗങ്ങൾക്ക് ശേഷം സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരും. മീഡിയ 1 തിരുവനന്തപുരം.